ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെരി ഇൻഫോർമേഷൻ വീഡിയോ ഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഞാൻ സത്യനാണ്. സോ ദിസ് കാസർഗോഡാണ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വിചാരിക്കാം. ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ക്ലിനിക്ക് വളരെ ഭംഗിയിലെല്ലാം ചെയ്തതെന്ന് വിചാരിക്കാം. ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളുടെ കയ്യിലാണ് ബാക്കി 50%, അവരും 50% നമ്മളെന്ന് പറയാം. കാരണം ഈ ഗ്രാഫ്റ്റിനെ നമ്മൾ ഡാമേജ് ചെയ്യാൻ പാടില്ല. അതിന് നല്ലപോലെ കെയർ ചെയ്യണം. ഞാൻ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം നമ്മൾക്ക് എങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. പല ആൾക്കാർക്കും ഡൗട്ടുള്ള കാര്യമാണ്. എക്സാമ്പിൾ, ഇപ്പോൾ കാസർഗോഡ് നിന്നൊരു പേഷ്യൻറ്റ്, ഒരു വ്യക്തി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കൊച്ചിയിലോട്ട് പോകുന്നു വിചാരിക്കാം. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മളെ മൈൻഡിൽ ഈ സംഭവങ്ങൾ വേണം. നമ്മൾ എങ്ങനെ റിട്ടേൺ വരുന്നത്, എങ്ങനെ വരാം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇൻഫോർമേഷനാണ് ഈ വീഡിയോ. എസ്പെഷ്യലി ഇപ്പം ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ ഫോട്ടോസ് ഒന്ന് കാണിക്കാൻ നോക്കിയേ. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആദ്യം ചെയ്ത് പൂനെയിലാണ്. പിന്നെയാണ് ഞാൻ അതേ സെയിം ക്ലിനിക്ക് കൊച്ചിയിൽ വന്നു. അങ്ങനെ കൊച്ചിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 6.5 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റ്. ഓക്കെ, ഇതൊരു 8000 ഗ്രാഫ്റ്റ് തന്നെ ടോട്ടൽ എൻ്റെ തലയിൽ ഇപ്പോൾ നിൽക്കുന്നത്. കംപ്ലീറ്റ് മരുഭൂമി പോലത്തെ തലയിലാണ് ഈ ഒരു മുടി വന്നിരിക്കുന്നത്. സെയിം ക്ലിനിക്ക് ഇപ്പോൾ കാലിക്കറ്റ് ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, ദുബായിലല്ല, ബാംഗ്ലൂർ ഉണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്ക് ടു സബ്ജക്റ്റ്. എങ്ങനെ ട്രാവൽ ചെയ്യാം? കാസർഗോഡ് നിന്നൊരു വ്യക്തി കൊച്ചിയിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കാം. എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. നിങ്ങൾ എക്സാമ്പിൾ 25-ാം തീയതിയാണ് നിങ്ങളെ ട്രാൻസ്പ്ലാന്റ് വിചാരിക്കുക. നിങ്ങൾ 24-ാം തീയതി തന്നെ രാത്രിയോ വൈകുന്നേരമോ കൊച്ചിയിലോട്ട് എത്തുക. അവിടെ ഒരു ഹോട്ടൽ താമസിക്കുക. ഏറ്റവും നല്ലതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ 25-നാണ് സർജറി വിചാരിക്കുക. 24 രാത്രി നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്. രാത്രി ട്രെയിനിലോ ബസ്സിലോ എന്തോ ആയിരിക്കാം. നിങ്ങൾക്ക് നേരെ ഉറക്കം വരില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും. രാവിലെ നിങ്ങൾ ഡയറക്റ്റ് ഇമീഡിയറ്റ്ലി നിങ്ങൾ ക്ലിനിക്കിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം ക്ഷീണം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ആയിക്കൊണ്ട് പോവുക. ആ സമയത്ത് നിങ്ങളുടെ BP-യിൽ വേരിയേഷൻ വരാം, പല പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് നിങ്ങൾക്ക് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലം വരാം. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി ഇത് റിലാക്സ് ചെയ്ത് ചെയ്യേണ്ട ഒരു സർജറിയാണ്. ഇതൊരു മേജർ സർജറി അല്ല, ലൈക്ക് നമ്മളെ ബോധം കെടുതൽ ചെയ്യുന്ന സർജറി അല്ല. പക്ഷേ ഇതൊരു സർജറിയാണ്. ലോക്കൽ അനസ്തീഷ്യയാണ്. നമ്മൾ പല്ലിലേക്കുള്ള അനസ്തീഷ്യ കൊടുക്കുക, അതേപോലെ സ്കിന്നിലേക്ക് അനസ്തീഷ്യ കൊടുത്താൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലൈവായിരിക്കും. നമ്മൾക്ക് ബാത്റൂമിൽ പോവാം, വാഷ്റൂമിൽ പോവാം, നമുക്ക് ഫുഡ് കഴിക്കാം, എന്ത് വേണം ചെയ്യാം. നമ്മൾക്ക് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മളെല്ലാം കാണുന്നുണ്ട്. നമുക്ക് പെയിൻ അറിയുന്നില്ല എന്നുള്ളൂ. അതുകൊണ്ട് ഇത് വലിയൊരു മേജർ സർജറി അല്ല എന്നുകൊണ്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാതിരിക്കരുത്. ഇത് മേജർ അല്ല എന്നുണ്ടെങ്കിലും ഒന്ന് ടൈം കൺസ്യൂമിംഗ് ആണ്. മേ ബി 6 hours 8 hours ഈ ഒരു പ്രൊസീജിയർ എടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം മുന്നേ എത്തുക. അല്ല, ക്ലിനിക്ക് എവിടെ ക്ലിനിക്കിൽ, ക്ലിനിക്ക് തൊട്ടടുത്ത് ഹോട്ടൽസ് ഉണ്ടാവും, അവിടെ താമസിക്കുക. താമസിച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവർ പറഞ്ഞ ടൈമിങ്ങിൽ തന്നെ എടുക്കുക. രാവിലെ നല്ല ഭക്ഷണം കഴിക്കുക. ടീയോ കോഫിയോ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ബ്ലഡ് തിന്നേഴ്സാണ്, നല്ലതല്ല. ആൻഡ് ഭക്ഷണം കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക. ഇതൊക്കെ പോവാം. നിങ്ങൾ സർജറി പ്രൊസീജിയറിലോട്ട് പോവാം. പ്രൊസീജിയറിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് വേണോ വേണ്ടേ ഒരു സംശയം. ബൈസ്റ്റാൻഡേഴ്സ് എന്ന് നമ്മൾ കൂടെ ഒരാൾ വേണം. ആക്ച്വലി നിർബന്ധമുള്ളൊരു കാര്യമല്ല. നിങ്ങൾ സർജറി ചെയ്യുന്ന ക്ലിനിക്സ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരും. നിർബന്ധമുള്ളൊരു കാര്യമല്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ പ്രൊസീജിയർ ചെയ്യും, ഒരു 8 hours നമ്മൾ കിടന്നിങ്ങനെ സംഭവം ചെയ്യുകയാണ്, പ്രൊസീജിയർ ചെയ്യുകയാണ്. ഒരു പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു തല ചുറ്റലോ അല്ലെങ്കിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അനസ്തീഷ്യ കൊണ്ടോ പല റീസണും കൊണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെ ബോഡി ഓരോ രീതിയിലല്ല. അപ്പോൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, നിർബന്ധമുള്ള കാര്യമല്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് റിട്ടേൺ എങ്ങനെ പോവാം. നമുക്ക് കാസർഗോഡ് ഒരാൾ ഞാൻ പറഞ്ഞു 24 രാത്രി എത്തി, 25 സർജറി ചെയ്തു. 25 സർജറി ചെയ്തിട്ട് എൻ്റെ ഒരു സജഷനാണ് അന്ന് രാത്രി അതേ ഹോട്ടലിൽ താമസിക്കുക. ഏറ്റവും നല്ലതാണ്. അതിനുശേഷം 26 മോർണിംഗ് ട്രാവൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പകൽ ട്രാവൽ ചെയ്യുന്നത് നല്ലത്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാൽ സ്ലീപ്പർ ബസ്സിൽ ട്രാവൽ ചെയ്യരുത്. സ്ലീപ്പർ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഈ ബസ് നമ്മൾ ഉറങ്ങുന്ന ഏരിയ തല മുകളിലോട്ട് ടച്ച് ചെയ്യാനോ സാധ്യത വളരെ കൂടുതൽ. നമ്മളുടെ മെയിൻ എയിം എന്താണ്? ഈ വെച്ചിരിക്കുന്ന ഗ്രാഫ്റ്റുകൾ ടച്ച് ആവാൻ പാടില്ല, ഡാമേജ് ആവാൻ പാടില്ല. അതിനുള്ള എല്ലാ പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിരിക്കണം. ഒന്ന് സീറ്റിലിരിക്കുമ്പോൾ ബസ്സിൻ്റെ സീറ്റൊക്കെ ചെറുതാണ്, അപ്പം ടച്ച് ആവാനോ മറ്റാളുടെ കൈ കൊള്ളാനോ മറ്റാളൊരു ബാഗ് വെക്കുമ്പോൾ കൈ കൊള്ളാൻ, ഇതൊക്കെ ചെറിയ പോയിൻറ്റ്സാണ്. വളരെ ശ്രദ്ധിക്കുക. ടച്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതിനകത്ത് അത്ര വൃത്തി ഉണ്ടാകുന്നില്ല, പൊടികൾ പാറാം, ഇൻഫെക്ഷൻ പകരാം, ഇങ്ങനെ പല രീതികളും വരാം. സോ സ്ലീപ്പർ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് നല്ലതല്ല. ടച്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബൈക്കിൽ ട്രാവൽ ചെയ്യരുത്. കാരണം ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ പൊടി വടിക്കുക, അല്ലെങ്കിൽ വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ വേറൊന്നും സംഭവിക്കാം, നല്ലതല്ല. ഓട്ടോയിലും ട്രാവൽ അത്ര നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ റോഡ്സ് അറിയാമല്ലോ. നമ്മൾ കുണ്ടും കുഴിയുള്ള റോഡാണെങ്കിൽ ഈ ഓട്ടോൻ്റെ ഹൈറ്റ് കുറവാണ്. തല ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ടച്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഷേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്, നല്ലതല്ല. നെക്സ്റ്റ് എൻ്റെ ഒരു സജഷനാണ്, ഇപ്പം നെക്സ്റ്റ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ
ഡേ ടൈം ട്രാവൽ ചെയ്യുക. AC ട്രെയിനിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇരുന്ന് ട്രാവൽ ചെയ്യണം, കിടന്ന് ട്രാവൽ ചെയ്യരുത്. ട്രെയിനിലാണെങ്കിലും കിടന്ന് ട്രാവൽ ചെയ്യരുത്, ഇരുന്ന് ട്രാവൽ ചെയ്യുക. പകലാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻസൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു AC കമ്പാർട്ട്മെൻറ്റ് ഇരിക്കുക, ഇരുന്ന് ട്രാവൽ ചെയ്യുക. ട്രെയിനിൻ്റെ അകത്ത് നിങ്ങൾക്ക് സർജിക്കൽ ക്യാപ്പ് ഉപയോഗിക്കുക. ആൻഡ് സ്പ്രേ ചെയ്യുമ്പോൾ ആ സർജിക്കൽ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വീണ്ടും വെക്കാം. ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ സ്പ്രേ ചെയ്തിരിക്കണം സലൈൻ വാട്ടർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ കാറിൽ ട്രാവൽ ചെയ്യാം. കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാവുന്നതാണ്. ഫോർ പ്രിക്കോഷൻസ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാതെ തന്നെ ഒരു ബൈസ്റ്റാൻഡർ ആരെങ്കിലും ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഡ്രൈവ് ചെയ്യിക്കുന്നത് നല്ലത്. കാറിനകത്ത് പൊടിയില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം കാറ് കഴുകി നല്ല വൃത്തിയാക്കിയാണ് കാറ് സർജറിക്കുമ്പോൾ എടുത്തുകൊണ്ട് വരാൻ. കാരണം ഇതിൻ്റെ അകത്തുള്ള പൊടിയും ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇതാണ് സാധ്യത കൂടുതലാണ്. സോ അതൊന്ന് കെയർ ചെയ്യുക. കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സലൈൻ വാട്ടർ ഇടണം. നിങ്ങൾ ആ കാറ് സൈഡിൽ നിർത്തുക, അതിനുശേഷം ക്യാപ്പ് ഊരുക, ഇതൊന്ന് സ്പ്രേ ചെയ്യുക, അതിനുശേഷം ക്യാപ്പ് വെക്കുക, അതിനുശേഷം കാർ എടുക്കുക. പിന്നെ ഒരുപാട് ഓവർ സ്പീഡിൽ പോയിട്ട് ഹമ്പലിലും പോയി തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ ഒരാൾ സർജറി ചെയ്തിട്ട് അദ്ദേഹം കാറിൽ കയറുമ്പോൾ അയാളെ തല ടച്ച് ചെയ്തു, നല്ലപോലെ ഒരു ഇടി ഇടിച്ചു മൊത്തം ബ്ലഡാണ്. പിന്നെ വീണ്ടും ക്ലിനിക്ക് തുറപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് അത്ര ഗ്രാഫ്റ്റ് ഡാമേജ് ആയി. പിന്നെ കുറച്ചുകൂടി ഗ്രാഫ്റ്റ് എല്ലാം ശരിയാക്കിയ ശേഷമാണ് അദ്ദേഹം വീണ്ടും പോയത്. സോ ഈ ഒരു സംഭവം വരുന്നത് കാരണം നമ്മൾ ഗ്രാഫ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് പിടിച്ചാൽ കിട്ടത്തില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരെണ്ണം ഡാമേജ് ആയാൽ പോയതാണ്, നമുക്ക് നഷ്ടപ്പെട്ടതാണ്. സോ നമ്മളുടെ കെയർ ചെയ്യണം നമ്മൾ. പിന്നെ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാനും പിന്നെ നെക്രോസിസ് പോലത്തെ സംഭവങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വന്ന ചരിത്രമുണ്ട്. സോ ഇതൊക്കെ കെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. നേരിട്ട് വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. സമയം കിട്ടും, ഞാൻ റിപ്ലൈ തരാം. ചില സമയം നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തൊരവസ്ഥ വരാം, കുറേ മെസ്സേജ് വരുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ കേസുകളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ തീർച്ചയായും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നല്ലൊരു ക്ലിനിക്കോ ഹോസ്പിറ്റലോ നല്ലൊരു എക്സ്പീരിയൻസിലെ ടീമിനെ സെലക്ട് ചെയ്യുക, സർജറി ചെയ്യുക, ബാക്കിയുള്ള പ്രിക്കോഷൻസ് നമുക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനൊരു സബ്ജക്റ്റാക്കി വീഡിയോ ചെയ്യാം. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് കുറേ വരുന്നുണ്ടാവും, ആൾക്കാർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവുക. ആ ഓരോ ഡൗട്ടിനെ കുറിച്ച് വീഡിയോ ചെയ്യാം. സോ ഞാൻ അതേപോലെ തന്നെ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സെലിബ്രിറ്റി ഹെയർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. സെലിബ്രിറ്റീസിൻ്റെ ഹെയറിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അക്ഷർ പട്ടേൽ, അതേപോലെ തന്നെ ഇപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ കയറി കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ സർജറിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ വെറും മെഡിസിൻ അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഹെയർ വന്ന ഒരുപാട് ആൾക്കാരെ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 5-6 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസും ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ചെറിയ കുഞ്ഞു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഒരു ഫേസ്ബുക്ക് പേജിന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ ലിങ്കും ഫോട്ടോസും ബിഫോർ ആഫ്റ്റർ ഒക്കെ ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇടാറുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ഇമീഡിയറ്റ്ലി കിട്ടും. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.